ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഒരു സഹാബിനെ കാണുന്നില്ല പള്ളിക്ക്. ഒരു സഹാബിനെ കാണുന്നില്ല. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ കാണുന്നില്ല. അള്ളാഹിന്റെ തിരുദൂതർ ചോദിച്ചു സഹാബത്തിനോട്, എന്തു പറ്റി സാബിത്ത് ബിൻ ഖൈസിന്? കുറെ ദിവസമായിട്ട് സാബിത്ത് ബിൻ ഖൈസിനെ കാണുന്നില്ലല്ലോ. ഒരു സഹാബി സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോ സാബിത്ത് വീടിന്റെ വാതിൽ അടച്ച് പൂട്ടിയിട്ട് ഉള്ളിലിരുന്നു കൊണ്ട് കരയുകയാണ്. ഭാര്യയോട് പറഞ്ഞിരിക്കുകയാണ്, ജമീലയോട്, വാതിൽ തുറക്കരുതേ, വാതിൽ തുറക്കരുത്. ഒന്നുകിൽ ഈ വീടിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് ഞാൻ മരണപ്പെട്ടു പോകട്ടെ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി എനിക്ക് ലഭിക്കട്ടെ, അല്ലാതെ വാതിൽ തുറക്കണ്ടേ. എന്താ സംഭവം? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ സഹാബി ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തേ സാബിത്തെ നിന്നെ പള്ളിയിലേക്ക് കാണാത്തത്? അള്ളാഹിന്റെ തിരുദൂതർ നിന്നെ അന്വേഷിച്ചിരുന്നല്ലോ, എന്തു പറ്റി സാബിത്തെ എന്ന് ചോദിച്ചപ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നുമല്ല, ഞാൻ നരകത്തിന്റെ ആളായിപ്പോയി, ഞാൻ നരകാവകാശിയായിപ്പോയി, ഞാൻ വല്ലാതെ ഉച്ചത്തിൽ സംസാരിക്കുന്നവനാണ്, എന്റെ ശബ്ദത്തിന് വോയിസ് കൂടുതലാണ്, ശബ്ദം കൂടുതലാണ് എന്റെ വർത്തമാനത്തിന്. സ്വാഭാവികമായും ജന്മസിദ്ധമായി അങ്ങനെയാണ്. അങ്ങനെ പരുക്കൻ സ്വരത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിറങ്ങിയതാണ് ഈ ആയത്ത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും. ഞാൻ റസൂലുള്ളാഹിന്റെ സബിതത്തിൽ വെച്ചുകൊണ്ട് പലപ്പോഴും എന്റെ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ വല്ലാത്ത ഖേദത്തിലാണ്. ഇനി തിരുനബിയുടെ അടുക്കിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം റബ്ബിന്റെ റസൂലിന്റെ സബിതത്തിൽ വെച്ചെങ്ങാനും എന്റെ ശബ്ദം ഉയർന്നു പോയാൽ ഞാൻ നരകാവകാശിയായി മാറും, എന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. ഈ സാബിത്ത് വല്ലാതെ പരാജയപ്പെട്ടിരിക്കുന്നു. സഹാബി പറയാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഈ സഹാബി വന്നിട്ട് പറയാ, റസൂലേ, സാബിത്ത് വരാത്തത് മറ്റൊന്നുമല്ല, സാബിത്ത് നരകത്തിന്റെ അഹ്ലുകാരിൽ പെട്ടുപോയി എന്ന് ആണ് സാബിത്ത് പറയുന്നത്. കാരണം സാബിത്തിന്റെ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ട് റസൂലേ അങ്ങയുടെ മുന്നിൽ, അതിൽ വല്ലാത്ത ഖേദത്തിലാണ് സാബിത്ത് എന്ന് പറഞ്ഞപ്പം അള്ളാഹിന്റെ തിരുദൂതർ പറഞ്ഞു, സാബിത്ത് ആ ഗണത്തിൽ പെടൂല, സാബിത്ത് മിൻ അഹ്ലിൽ ജന്ന, സാബിത്ത് സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ടയാൾ തന്നെയാണ്, സാബിത്തിനോട് വരാൻ പറ എന്റെ അടുക്കലേക്ക് എന്ന് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.